ADGP MR അജിത് കുമാറിന് വിശിഷ്ട സേവാ മെഡലിന് ശുപാർശ. 6ാം തവണയാണ് രാഷ്ട്രപതിയുടെ മെഡലിനായി അജിത് കുമാറിനെ DGP ശുപാർശ ചെയ്യുന്നതും. എന്നാൽ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് അജിത് കുമാറിന് എതിരായ സാഹചര്യത്തിൽ 5 തവണയും കേന്ദ്രം മെഡൽ നിരസിക്കുകയായിരുന്നു ചെയ്തതും. എന്നാൽ ഇത്തവണ പരിഗണിക്കുമോ എന്നതും വ്യക്തമല്ല. സംസ്ഥാനത്തിന്റെ അടുത്ത DGP ആകാനുള്ളവരുടെ പട്ടികയിൽ പോലും അജിത് കുമാർ ഉൾപ്പെട്ടിരിക്കുന്ന എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അജിത് കുമാറിന്റെ ജൂനിയർ ഉദ്യോഗസ്ഥർ വരെ മെഡൽ ലഭിച്ചിരുന്ന സാഹചര്യമുണ്ടായി. നേരത്തെ സ്തുത്യാർഹ സേവനത്തിനുള്ള മെഡൽ അജിത് കുമാറിന് ലഭിച്ചിട്ടുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയതിനു പിന്നാലെയാണ് ശുപാർശ ചെയ്തിരിക്കുന്നതും. അതേസമയം ADGP വിജയനെതിരെ വ്യാജമൊഴി നൽകിയ കേസിൽ അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് DGP സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അജിത് കുമാറിന് രാഷ്ട്രപതിയുടെ മെഡൽ ലഭിക്കാനായാണ് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന് നേരത്തെ ഒരു ആരോപണം ഉയർന്നു വരികയും ചെയ്തിരുന്നു. അജിത് കുമാറും RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹെസബോളയുമായി കൂടിക്കാഴ്ച നടത്തിയത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചതും. അതുപോലെ തന്നെ തൃശൂർ പൂരം കലക്കൽ, PV അൻവറിന്റെ ആരോപണങ്ങൾ തുടങ്ങി നിരവധി വിമർശനങ്ങൾ നേരിടുന്ന ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ. ഈ ഘട്ടത്തിലാണ് വിശിഷ്ട സേവനത്തിനുള്ള മെഡലിനുള്ള ശുപാർശ DGPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതും. മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന ശുപാർശ പരിശോധനയ്ക്ക് ശേഷം മാത്രം കേന്ദ്രത്തിന്റെ പരിഗണനയ്ക്ക് വിടുകയാണ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം നേരത്തെ തന്നെ അജിത് കുമാറിന് വേണ്ടിയുള്ള ശുപാർശ തള്ളിയതും. ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ തന്നെ DGP P വിജയനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ MR അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് മുഖ്യമന്ത്രിക്ക് DGP ശുപാർശ നൽകുകയായിരുന്നു. എന്നാൽ ആ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ വിവാദങ്ങളെല്ലാം തന്നെ നിലനിൽക്കെ തന്നെയാണ് അദ്ദേഹത്തെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ലിസ്റ്റിൽ പരിഗണിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നത്. 6 പേരടങ്ങുന്ന ലിസ്റ്റാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിലാണ് ഇദ്ദേഹത്തിന്റെ പേരും ഇടം പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിവാദങ്ങൾക്കിടയിൽപ്പെട്ട് ഈ പട്ടികയിൽ ഇടം പിടിച്ച ബറ്റാലിയൻ ADGP MR അജിത് കുമാർ 1995 ബാച്ച് ഉദ്യോഗസ്ഥനാണ്. 2028 വരെയാണ് സർവീസിലുള്ളതും. അതുപോലെ തന്നെ രവാഡ ചന്ദ്രശേഖർ കേരളത്തിൽ മടങ്ങിയെത്തിയില്ല എങ്കിൽ DGP ദർവേഷ് സാഹിബ് വിരമിക്കുന്ന ഒഴിവിലേക്ക് MR അജിത് കുമാറിന് ജൂലൈ 1 DGP റാങ്ക് ലഭിക്കും. ADGPമാരായ H വെങ്കടേഷ്, അതുപോലെ S ശ്രീജിത്ത്, ബൽറാം കുമാർ ഉപാധ്യായ, അതുപോലെ P വിജയൻ എന്നിവർ ക്രമസമാധാന ചുമതലയിലേക്ക് പരിഗണിച്ചേക്കും. അതേസമയം കഴിഞ്ഞ 5 ദിവസത്തിന് മുൻപാണ് MR അജിത് കുമാറിന് സംസ്ഥാന സർക്കാർ ക്ലീൻ ചിറ്റ് നൽകിയതും. അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് MR അജിത് കുമാറിന് സർക്കാർ ക്ലീൻ ചിറ്റ് നൽകിയതും. അതുപോലെ PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് തെളിവില്ല എന്ന് വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ച് വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിൽ അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന DGPയുടെ ശുപാർശയിൽ മുഖ്യമന്ത്രി തുടർ നടപടി സ്വീകരിക്കാതിരുന്നതിനിടയിലാണ് വിജിലൻസ് റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള അതിവേഗത്തിലുള്ള ക്ലീൻ ചിറ്റ് വന്നിരിക്കുന്നതും. അതേപോലെ തന്നെ ADGP അജിത് കുമാർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന ആരോപണം തള്ളി വിജിലൻസ് ഡയറക്ടർ കഴിഞ്ഞ ദിവസം 12-നാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയതും. ഈ റിപ്പോർട്ടാണ് സർക്കാർ അംഗീകരിച്ചിരിക്കുന്നതും. ഇതോടെയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥന് DGP റാങ്കിലേക്കുള്ള സ്ഥാനക്കയറ്റത്തിന്റെ പ്രധാന തടസ്സം മാറിക്കിട്ടിയിരിക്കുന്നതും. P വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിൽ കേസെടുക്കണമെന്ന DGP ശുപാർശ സർക്കാരിന്റെ മുന്നിലെത്തിയപ്പോഴാണ് തിടുക്കപ്പെട്ടുള്ള കുറ്റവിമുക്തൽ നടപടി വന്നിരിക്കുന്നതും. അതുപോലെ തന്നെ ഇതിനിടയിൽ അജിത് കുമാറിന് വേണ്ടി സർക്കാരും വിജിലൻസും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ രേഖകളും പുറത്തു വന്നതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.